നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആമ്പല്ലൂരിൽ ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വരന്തരപ്പള്ളി കോപ്പാടൻ വീട്ടിൽ സുധീഷാണ് മരിച്ചത്. പുതുക്കാട് മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് MLA ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച വിഷയത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർ വീണ്ടും ആമ്പല്ലൂരിൽ പരിശോധന നടത്തി. ഓണാവേശത്തിൽ നാട്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ 8 അടി ഉയരത്തിൽ നിർമ്മിച്ച മഹാബലി പ്രതിമ കൗതുകമായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കർമ്മസേനയുടെ ഓണവിപണി ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച കോടാലി പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ ലോറി മറിഞ്ഞ അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ആമ്പല്ലൂരിൽ ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വരന്തരപ്പള്ളി കോപ്പാടൻ വീട്ടിൽ 44 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ലോറിയിൽ തട്ടിയ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞപ്പോൾ മറ്റൊരു ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. സുധീഷിൻ്റെ ദേഹത്തുകൂടി ലോറി കയറിയിറങ്ങി. ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ചുമട്ട് തൊഴിലാളിയാണ് മരിച്ച സുധീഷ്. കോപ്പാടൻ വിജയൻ സുമതി ദമ്പതികളുടെ മകനാണ്. നീതുവാണ് ഭാര്യ. നീരജ്, നിരഞ്ജൻ എന്നിവർ മക്കളാണ്. സുധീഷിന്റെ സംസ്കാരം നടത്തി. ദേശീയപാത ആമ്പല്ലൂരിൽ ലോറി മറിഞ്ഞ അപകടം. ആമ്പൽ ഹോട്ടലിന് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടം. ഡ്രൈവർക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ലോറി. നിയന്ത്രണമിട്ട ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി എതിർദിശയിലെ ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു. ഈ ലോറിക്ക് മുൻപിലുണ്ടായിരുന്ന മറ്റൊരു ലോറി ബ്രേക്ക് ചെയ്തപ്പോൾ വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ടത്. പുതുക്കാട് മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, ഓണക്കാലത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KK രാമചന്ദ്രൻ MLAയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ പരിപാടികൾ KPCC സെക്രട്ടറി ഷാജി കോടക്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, DCC സെക്രട്ടറി TM ചന്ദ്രൻ, സെബി കൊടിയൻ, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ആയിത്താടൻ, UDF ചെയർമാൻ ജോസ്, ന്യൂനപക്ഷ സെൽ ചെയർമാൻ KG ജോജോ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, M ശ്രീകുമാർ, രാജു തളിപ്പറമ്പിൽ, EA ഓമന, സിജോ ഇടപ്പള്ളി, സന്ദീപ് കണിയത്ത, ആൻഡസ് കണ്ണത്ത, ഷാഫി കല്ലുപറമ്പിൽ, K കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, ചരിത്രത്തിൽ ഇന്നോളം കാണാത്ത രീതിയിൽ സംസ്ഥാനത്ത് എല്ലാ റോഡുകളും തകർന്ന് തോടുകളെ പോലെ ആയിട്ട് പോലും ആ റോഡിന് ഓണക്കാലമായിട്ട് ഒരു പാച്ച് വർക്ക് പോലും ചെയ്യാൻ നടപടിയെടുക്കാത്ത സംസ്ഥാന സർക്കാരും അതിന് ഓശാന പാടുന്ന ഒരു MLAയുമാണ് ഈ പുതുക്കാടുള്ളത്. നമുക്കറിയാം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം ഈ സംസ്ഥാന സർക്കാർ അടക്കം ഈ ദേശീയപാത അതോറിറ്റിയിൽ നിന്നും കരാർ കമ്പനിയിൽ നിന്നും വലിയ കൊള്ള ലാഭം അവരും കൂടി വാങ്ങുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സംശയദൃഷ്ടിയോടുകൂടി പറയാൻ സാധിക്കും. ഈ റോഡ് ഇപ്പോഴും ശരിയായിട്ടില്ല. സർവീസ് റോഡുകൾ വീതി കൂട്ടിയിട്ടില്ല. നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടില്ല. 2 മഴ പെയ്താൽ ഈ സർവീസ് റോഡിൽ ഇപ്പൊ ചെയ്ത ആ പണി ഒലിച്ചു പോകും. തന്നെയല്ല, ഈ അടിപ്പാതകളിലെ പണി നടക്കുന്നില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ PW വിഭാഗമോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ അവരെ സ്റ്റാൻഡിംഗ് കൗൺസിലേഴ്സോ ഈ ദേശീയപാതയ്ക്കെതിരായ ഒരു വാക്ക് ഇന്നലെ പോലും ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവരെല്ലാം ഈ കള്ളക്കൂട്ടങ്ങളുടെ കൂടെയാണ്, ഈ കരാർ കമ്പനിയുടെ കൂടെയാണ്. ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത KPCC സെക്രട്ടറി ശ്രീ ഷാജി കോടക്കണ്ടത്ത്, ശ്രീ അലക്സ് ചുക്കിരി ഉൾപ്പെടെയുള്ള ഈ സമരത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ജനങ്ങൾക്ക് ജോലിക്ക് പോകുന്നതിനോ അതുപോലെ തന്നെ ആശുപത്രിയിൽ
അവിടുത്തെ റോഡ് തകർന്നിരിക്കുന്നു. അവിടെ കഴിഞ്ഞിട്ടില്ല. പൂർത്തീകരിച്ച പരിപാടികൾ ൂറോളം ഈ റോഡിൽ കൂടി എയർപോർട്ടിൽ, അതുപോലെ ഹോസ്പിറ്റൽ, അതുപോലെ അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ ഇന്ന് വളരെയധികം കഷ്ടപ്പാടിലാണ്, വളരെയധികം ബുദ്ധിമുട്ടി. എത്രയോ ആളുകൾ ഗൾഫിൽ പോകേണ്ട ആളുകൾ ഇന്ന് മടങ്ങിപ്പോരേണ്ട അവസ്ഥ. മറ്റു സുഹൃത്തുക്കളെ, ഇവിടെ ഉദ്ഘാടകനും അധ്യക്ഷനുമൊക്കെ ഈ തകർന്ന റോഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ച് നടത്തിയ നേതൃത്വം നൽകിയ ബ്ലോക്ക് പ്രസിഡന്റുമാർ തകർന്ന റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി കെ രാജന്റെ മണ്ണുത്തിയിലെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, KPCC സെക്രട്ടറി KB ശശികുമാർ, DCC സെക്രട്ടറിമാരായ ജയ്ജു സെബാസ്റ്റ്യൻ, ML ബേബി, സിജോ കടവിൽ, TM രാജീവ്, റീസൺ വർഗീസ്, ഹരീഷ് മോഹൻ, ജോണി ചെറിയത്ത്, ലീലാമ ടീച്ചർ, MU മുത്തു തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അധികാരത്തിൽ വന്ന് 10 വർഷം തികയുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. നമ്മുടെ ജില്ലയിലാണെങ്കിൽ 12 MLA-മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരാണ്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വീണ്ടും ആമ്പല്ലൂരിൽ പരിശോധന നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനൊപ്പം സബ് കളക്ടർ അഖിൽ വി മേനോൻ, റൂറൽ SP B കൃഷ്ണകുമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ 23 ഹൈക്കോടതി നിയോഗിച്ച ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി കളക്ടറുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പരിശോധന നടത്തിയിരുന്നു. ഗതാഗതക്കുരുക്കും ദേശീയപാതയിലെ കുഴികളും ഒഴിവാക്കുന്നതിന് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും സ്വീകരിച്ച നടപടികളെക്കുറിച്ചും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായാണ് കളക്ടർ അടങ്ങിയ സംഘം വീണ്ടും എത്തിയത്. കോട്ടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ 8 അടി ഉയരത്തിൽ നിർമ്മിച്ച മഹാബലി പ്രതിമ കൗതുകമാകുന്നു. ശ്രാവണ പൗർണമി എന്ന പേരിൽ കോളേജിൽ ഒരുക്കിയ ഓണാഘോഷത്തിന്റെ 2ാം ദിനത്തിൽ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ പ്രതിമ അനാച്ഛാദനം ചെയ്തു. രൂപം സദസ് കൺവീനർ അന്ന ജാക്കിലിന്റെ നേതൃത്വത്തിൽ BA ഗ്രാഫിക്സ് വിദ്യാർത്ഥികളായ S മിഥുന, അരുൺ C ഷാജി, ER മാധവ്, ശ്രീലക്ഷ്മി ശശീന്ദ്രൻ, BSc ജിയോളജി വിദ്യാർത്ഥിയായ ശ്രേയ സുരേഷ് എന്നിവർ ചേർന്നാണ് പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് മഹാബലിയുടെ ശില്പം നിർമ്മിച്ചത്. നിരവധി ഭക്ഷ്യവസ്തുക്കളുടെയും തുണിത്തരങ്ങളുടെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെയും വിപണനമേളയും ഫുഡ് ഫെസ്റ്റും സഹൃദയയിൽ സംഘടിപ്പിച്ചു. തുടർന്ന് വഞ്ചിപ്പാട്ട്, ഓണക്കവിത, ക്ലേ മോഡലിംഗ്, പെയിന്റിംഗ് കോമ്പറ്റീഷനുകളും സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കർമ്മസേനയുടെ ഓണവിപണി പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ദിനേശ് വെള്ളപ്പാടി, K സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ കായ ഉപ്പേരി, ശർക്കര വരട്ടി എന്നിവ മിതമായ വിലയിലാണ് വിപണിയിൽ ഇറക്കുന്നത്. പുതുക്കാട് ചാക്കോച്ചിറ തണലിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും ഓണാഘോഷം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പഞ്ചായത്ത് സെക്രട്ടറി PR ജോൺ, തണൽ സെക്രട്ടറി ജോയ് തോമസ്, ആശാവർക്കർ ജോഷി ജോയ് എന്നിവർ പ്രസംഗിച്ചു. ഓണസദ്യയും ഓണപ്പുടവ വിതരണവും നടത്തി. വെഡോർ ഗോൾഡൻ ഏജ് കെയറിന്റെ ഓണാഘോഷം ആഗസ്റ്റ് 31 വൈകിട്ട് 4 ലഷർ ലാൻഡ് ഹാളിൽ നടക്കും. പൊതുസമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷത വഹിക്കും. ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തും. ജനപ്രതിനിധികളായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ആദരവ് നൽകും. നടൻ കലാപരിപാടികളും കോമഡി ഷോ തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറും. പട്ടികജാതി ഉന്നതികളുടെ സമഗ്ര വികസനത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന അംബേദ്കർ സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതി 2025-26 വർഷത്തിൽ നടപ്പാക്കുന്നതിനായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ആലുക്കപ്പാടം പട്ടികജാതി ഉന്നതിയെ തെരഞ്ഞെടുത്തതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു.
1 കോടി രൂപയുടെ വികസന പ്രവൃത്തികളാണ് ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കുക. ഉന്നതി നിവാസികളായ ഗുണഭോക്തൃ സമിതിയുടെ നിർദ്ദേശപ്രകാരമുള്ള വികസന പ്രവൃത്തികളാണ് മുൻഗണനാക്രമത്തിൽ നടപ്പാക്കുക. വീടുകളുടെ അറ്റകുറ്റപ്പണികൾ, കുടിവെള്ളം, റോഡുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പ്രവൃത്തികൾ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കാൻ കഴിയും. നവീകരിച്ച കോടാലി പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻറ്റോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സനല ഉണ്ണികൃഷ്ണൻ, VS നിജിൽ, അംഗങ്ങളായ KV ഉണ്ണികൃഷ്ണൻ, KS സൂരജ്, NP അഭിലാഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയ 10,25,000 രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. പാലപ്പിള്ളി റബ്ബർ എസ്റ്റേറ്റ്സ് ലേബർ കോൺഗ്രസ് INTUC യൂണിയന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സനീഷ് കുമാർ ജോസഫ് MLAയ്ക്കും മറ്റ് അംഗങ്ങൾക്കുമായി സ്വീകരണ യോഗം നടത്തി. യൂണിയൻ ജനറൽ സെക്രട്ടറി ആന്റണി കുറ്റൂക്കാരൻ പുതിയ ഭാരവാഹികളെ സ്വീകരിച്ചു. ആലിക്കുട്ടി ചെമ്പൻ, അശോകൻ പുതുക്കാട് എന്നിവർ പ്രസംഗിച്ചു. യൂണിയന്റെ രക്ഷാധികാരിയായി മുൻ MLA MK പോൾസൺ, വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് കൊല്ലേരി കുണ്ടായി, വൈസ് പ്രസിഡന്റുമാരായി ആലിക്കുട്ടി ചെമ്പൻ, ഷരീഫ് കാമ്പ്രത്ത് കാരികുളം, സെക്രട്ടറി PH ഷഹീർ പാലപ്പിള്ളി, ട്രഷററായി ഷബീർ അലി ചെമ്പൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. വന്യമൃഗശല്യത്തെക്കുറിച്ച് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്ക് പരാതി നൽകാൻ MLA നിർദ്ദേശിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 39 പേർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TN പ്രിൻസൻ, സനൽ മഞ്ഞളി, KA ശൈലജ, സജന ഷിബു, ജോസി ജോണി, ദിനിൽ പാലപ്പറമ്പിൽ, സെക്രട്ടറി PB സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള വാതക ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമായി. നിർമ്മാണം പൂർത്തീകരിച്ച ക്രിമിറ്റോറിയം വ്യാഴാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നാടിന് സമർപ്പിക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലുള്ള മാങ്കുറ്റിപ്പാടത്തെ കുന്നിൻ പ്രദേശത്താണ് ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം പണികഴിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്, ശുചിത്വ മിഷൻ എന്നിവയിൽ നിന്ന് പല ഘട്ടങ്ങളിലായി അനുവദിച്ചു കിട്ടിയ 90 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ക്രിമിറ്റോറിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വായു മലിനീകരണം കുറച്ചുകൊണ്ടുള്ള രീതിയിൽ നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിൽ ഗ്യാസ് ചേംബർ, ഫർണസ് പോലുള്ളവ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ ഒരു ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ആദ്യത്തെ ക്രിമിറ്റോറിയമാണ് മറ്റത്തൂരിലേതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്രിമിറ്റോറിയം ഉണ്ടാകുന്നുള്ളത്. ഇവിടെ നമുക്ക് മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കൊരട്ടി അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഭീമമായിട്ടുള്ള ആംബുലൻസിൻ്റെ വാടക, അതുപോലെ തന്നെ സമയനഷ്ടം, ദീർഘമായിട്ടുള്ള ദൂരസഞ്ചാരം, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ആധുനിക ക്രിമിറ്റോറിയം വരികയാണ്. വായുമലിനീകരണമൊക്കെ കുറച്ചുകൊണ്ട് സമ്പൂർണ്ണമായും ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഗ്യാസ് ക്രിമിറ്റോറിയമാണ്. ജനസംഖ്യയിലും വിസ്തൃതിയിലും ജില്ലയിലെ വലിയ പഞ്ചായത്തുകളിലൊന്നായ മറ്റത്തൂരിന് സ്വന്തമായി ക്രിമിറ്റോറിയം ഇല്ലാത്തതിനാൽ ഉറ്റവർ മരണപ്പെട്ടാൽ ഇരിഞ്ഞാലക്കുട, കൊരട്ടി പോലുള്ള ദൂരസ്ഥലങ്ങളിലേക്ക് ഭൗതിക ശരീരം സംസ്കാരത്തിനായി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2-ന് മറ്റത്തൂരിലെ പുതിയ വാതക ശ്മശാനം മന്ത്രി MP രാജേഷ് നാടിന് സമർപ്പിക്കുന്നതോടെ വർഷങ്ങൾ നീണ്ട ദുരിതത്തിന് അറുതിയാകും. സ്കൗട്ട് സേവനത്തിന് ആലയങ്ങാട് ശങ്കര UP സ്കൂളിലെ അധ്യാപകൻ സത്യനാരായണന് സംസ്ഥാന ബഹുമതി. സ്കൗട്ട് പ്രസ്ഥാനത്തിന് നൽകിയ 15 വർഷത്തെ നിരന്തരമായ വിശ്വസ്ത സേവനവും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ഉന്നത മൂല്യങ്ങൾ പുലർത്തിയ സേവന മനോഭാവവും മാനിച്ച് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നൽകുന്ന 15 ഇയേഴ്സ് ലോങ് സർവീസ് ഡെക്കറേഷൻ 2025 പുരസ്കാരം സത്യനാരായണൻ മാഷ് കരസ്ഥമാക്കി. പുരസ്കാരദാന ചടങ്ങ് തിരുവനന്തപുരം ശിക്ഷക് സദനിൽ വെച്ച് നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് NS അവാർഡ് സമ്മാനിച്ചു. സ്കൗട്ട് പ്രസ്ഥാനത്തിൽ കുട്ടികളിൽ സേവാഭാവവും നേതൃഗുണങ്ങളും വളർത്തിക്കൊണ്ട് സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തന മികവ് തെളിയിച്ചതിനാണ് സത്യനാരായണൻ മാഷ് അംഗീകാരം നേടിയത്. വർഷങ്ങളായി സ്കൗട്ട് പ്രവർത്തനങ്ങളിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മാതൃകാപരമായ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നൽകിയിട്ടുള്ള വ്യക്തിയാണ് സത്യനാരായണൻ മാഷ്. ഇനി കാണാം ഇൻഫോടോക്ക്. വയറിൽ ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. മാറിവരുന്ന ഭക്ഷണശീലങ്ങളും ജീവിത രീതികളും ഇതിന് കാരണമാകുന്നുണ്ട്.
വയറിൽ ക്യാൻസർ ബാധിച്ചാൽ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോ ടോക്കിൽ പറയുന്നത്. ശ്രദ്ധിക്കാം. വയറിൽ ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. മാറിവരുന്ന ഭക്ഷണശീലങ്ങളും ജീവിത രീതികളും ഇതിന് കാരണമാകുന്നുണ്ട്. വയറിൽ ക്യാൻസർ ബാധിച്ചാൽ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോ ടോക്കിൽ പറയുന്നത്. വയറിലെ കോശങ്ങൾ നിയന്ത്രണമില്ലാതെ വളരാൻ തുടങ്ങുന്നതിനെയാണ് ഗ്യാസ്ട്രിക് ക്യാൻസർ എന്ന് പറയുന്നത്. മാറിയ ജീവിതശൈലിയും ഭക്ഷണരീതിയും ഗ്യാസ്ട്രിക് ക്യാൻസറിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ചില അണുബാധകൾ, അൾസർ, ഹൈപ്പർ അസിഡിറ്റി, ഉപ്പിട്ട ഭക്ഷണത്തിന്റെ അമിത ഉപയോഗം, പഴങ്ങളും പച്ചക്കറികളും കുറച്ചു കഴിക്കുന്നത്, പുകവലി എന്നിവയെല്ലാം ആമാശയ ക്യാൻസറിന് കാരണമാകാം. ഭക്ഷണം കുറച്ച് കഴിച്ചാലും വയറു നിറഞ്ഞതായി തോന്നുന്നതാണ് ആദ്യത്തെ ലക്ഷണം. കാലക്രമേണ ഇത് ശരീരഭാരം കുറയ്ക്കുന്നതിലേക്ക് നയിച്ചേക്കാം. നിരന്തരമായ ദഹനക്കേട് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ എന്നിവ വയറിലെ ക്യാൻസറിന്റെ ലക്ഷണമാണ്. ദീർഘകാല ദഹനക്കേട്, ഭക്ഷണം കഴിച്ചതിനു ശേഷം വയറുവീർക്കൽ, മാറാത്ത നെഞ്ചരിച്ചിൽ എന്നിവ ഉണ്ടെങ്കിൽ അത് വയറ്റിലെ ക്യാൻസറിന്റേതാകാം. ഈ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെയുള്ള ഓക്കാനം, നേരിയ വയറുവേദന എന്നിവയാണ് മറ്റ് ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് ശേഷം ഇടയ്ക്കിടെ ഛർദിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവഗണിക്കരുത്. വിശപ്പില്ലായ്മയാണ് മറ്റൊരു ലക്ഷണം. ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് വിശപ്പ് പൂർണ്ണമായി നഷ്ടപ്പെടുമ്പോഴാണ് കാഷക്സിയ വികസിക്കുന്നത്. ഇത് ശരീരഭാരം കുറയ്ക്കുന്നതിനും പേശികൾ നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നിരന്തരം ക്ഷീണമോ ബലഹീനതയോ അനുഭവപ്പെടുന്നതാണ് മറ്റൊരു ലക്ഷണം. ഇത് വയറിലെ ക്യാൻസറിന്റെ ലക്ഷണമാകാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറെ സമീപിച്ച് ടെസ്റ്റുകൾ ചെയ്യുക. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ നിലവിൽ ഒഴിവുള്ള റെഗുലർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് ആഗസ്റ്റ് 29-ന് കോളേജിൽ വെച്ച് 10 മണി മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും പുതിയതായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരും അസൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ ഫീസും സഹിതം കോളേജിൽ ഹാജരാകേണ്ടതാണ്. ബ്രാഞ്ച് മാറ്റവും സ്ഥാപന മാറ്റവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലാൻഡ്ലൈൻ 048727514346, മൊബൈൽ 6282421915. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9390 രൂപ, പവന് 75,120 രൂപ. ചെങ്ങാലൂർ കിഴക്കൂടൻ പൗലോസ് ഭാര്യ റോസി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജു, ബിജു എന്നിവർ മക്കളും ജാൻസി, ബോബി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് ചാക്കോച്ചിറ കിഴക്കനോടൻ ബാബു അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരിയാണ് ഭാര്യ. മക്കൾ മേജോ, സാബു. കലൂർ ആലേങ്ങാട് തടത്തിൽ ജേക്കബ് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ മറിയാമ്മയാണ് ഭാര്യ. ജോയ്, ലൗലി, ജെസ്സി, സാജു എന്നിവർ മക്കളും ചിന്നമ്മ, എൽസി, പരേതനായ കോശി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആമ്പല്ലൂരിൽ ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വരന്തരപ്പള്ളി കോപ്പാടൻ വീട്ടിൽ സുധീഷാണ് മരിച്ചത്. പുതുക്കാട് മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് MLA ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച വിഷയത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർ വീണ്ടും ആമ്പല്ലൂരിൽ പരിശോധന നടത്തി. ഓണാവേശത്തിൽ നാട്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ 8 അടി ഉയരത്തിൽ നിർമ്മിച്ച മഹാബലി പ്രതിമ കൗതുകമായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കർമ്മസേനയുടെ ഓണവിപണി ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച കോടാലി പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു.
ദേശീയപാത അമ്പല്ലൂരിൽ ലോറി മറിഞ്ഞ അപകടം, ഡ്രൈവർക്ക് പരിക്കേറ്റു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.